നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫേസ് ഓപ്പൺ പോർട്സ് അല്ലെ എൻലാർജ്ഡ് പോർട്സ് ഇങ്ങനൊക്കെ പറയുന്നത് അല്ലേ. ഓപ്പൺ പോർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും നേരിടുന്ന ഒട്ടുമിക്ക ആൾക്കാർ നേരിടുന്ന ഒരു നമ്മുടെ ഫേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേരിടുന്ന ഒരു പ്രോബ്ലമാണ് അല്ലേ. പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്കിന്നിൽ എല്ലായിടത്തും പോർട്സ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലൊക്കെ ഉള്ളതാണ് പോർട്സ്. എന്തിനൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് പോർട്സ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. നമ്മുടെ വിയർപ്പിന് സെബം ഇങ്ങനെയൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ഇട്ട് പറയാനുണ്ട്. അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ സ്കിന്നിന് എല്ലായിടത്തും പോർട്സ് ഉണ്ട്. ശരീരത്തിൽ എല്ലായിടത്തും സ്കിന്നിൽ പോർട്സ് ഉള്ളതാണ്. പക്ഷെ ഇവൻ വില്ലനാകുന്ന എപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ പോർട്സ് വലുതാകുക ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ്. ശരിക്കും ഈ പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് നമ്മൾ പിന്നെ അത് വലുതായിട്ട് നമ്മളൊക്കെ കാണുന്ന രീതിയിൽ വരികയും നമുക്കവൻ വില്ലനാകുന്നത് എപ്പോഴെന്ന് വെച്ചാല് ഈ പോർട്സ് അതിനാണ് വില്ലൻ. ഇത് വലുതാകുമ്പോഴാണ് ഓപ്പൺ പോർട്സ് എന്ന് പറയുന്നത്, എൻലാർജ്ഡ് പോർട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മുടെ ഡസ്റ്റ് ഒക്കെ അടിഞ്ഞുകൂടി പൊടിയൊക്കെ അടിഞ്ഞുകൂടി പോർട്സ് ക്ലോക്ക്ഡ് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് പല പല പിമ്പിൾസ് വരാനും കുരുക്കൾ വരാനും വൈറ്റ് ഹെഡ്സ് വരാനും ബ്ലാക്ക് ഹെഡ്സ് വരാനും ഒക്കെ ഇടവരുന്നത്. അപ്പോഴാണ് നമ്മുടെ പോർട്സ് വില്ലനാകുന്നത്. ഹായ് ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ ഞാൻ കൊണ്ടുവരുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊരു ലൈക്കും കൂടി തന്ന് സഹായിക്കണം. നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ നമ്മൾ ഉൾക്കൊള്ളുക. നമുക്ക് പോർട്സ് ആണ്, അതിനെ നമുക്ക് മാറ്റിയെടുക്കാം. ഒരു പരിധി വരെ നല്ല പോലെ നമ്മൾ സ്കിൻ ശ്രദ്ധിച്ചാൽ ഓപ്പൺ പോർട്സ് നമുക്ക് അതിന്റെ കാരണം അറിഞ്ഞിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയും നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് വെക്കുകയും ചെയ്താൽ ഓപ്പൺ പോർട്സ് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവൻ വില്ലനായി കഴിയുമ്പോഴാണ് നമുക്ക് പ്രശ്നമാകുന്നത്. വില്ലനാകുന്നത് നമുക്ക് ഈ ഓപ്പൺ പോർട്സ് ആയി കഴിയുമ്പോൾ, പോർട്സ് വലുതായി കഴിയുമ്പോൾ അത് നമ്മുടെ ഫേസിൽ നമുക്ക് എടുത്തു കാണിക്കുകയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും നമ്മുടെ സ്കിന്നിനെ എപ്പോഴും നല്ല ക്ലെൻസിങ് ആയിട്ട് നല്ല ക്ലീൻ ആക്കി വെക്കുകയും ചെയ്യണം. ഓപ്പൺ പോർട്സ് ഉള്ളവര് നമുക്ക് എന്തൊക്കെ കൂടുതലും നമുക്ക് ഒരുപാട് ഓയിലി സ്കിന്ന് ഉള്ളവർക്കും ഒത്തിരി സ്കിൻ ഡ്രൈ ആയിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നവർക്കും നമ്മുടെ കൊളാജിന്റെ പ്രവർത്തനം ബ്രേക്ക് ആകുന്നവർക്കും ഒക്കെ പോർട്സ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്കിന്ന് ക്ലീൻ ആക്കി വെച്ചിട്ട് എപ്പോഴും ക്ലീൻ ആക്കി വെക്കാനായിട്ട് ഡസ്റ്റോ പൊല്യൂഷൻ ഒന്നും അടിഞ്ഞുകൂടാൻ നമ്മൾ അനുവദിക്കരുത്. എപ്പോഴും മോർണിംഗിലും ഈവനിങ്ങിലും നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആക്കി വെക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മൾ കൊളാജിൻ അടങ്ങിയ ഫുഡ് അകത്തോട്ട് കഴിക്കുകയും പുറത്ത് പുരട്ടാനുള്ള ഒരുപാട് ക്രീമുകൾ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് കൊളാജിന്. അതുപോലെ തന്നെ ഒത്തിരി ഹാർഡായ കാര്യങ്ങൾ നമ്മൾ ഫേസിൽ പുരട്ടാതിരിക്കുക. സ്മൂത്ത് ആയിട്ടിരിക്കുന്ന നമ്മൾ എപ്പോഴും സ്കിന്ന് മോയ്സ്ചറൈസർ ആക്കി വെക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒത്തിരി ഡ്രൈ ആകാതെ നമുക്ക് ഒത്തിരി ഡ്രൈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ എപ്പോഴും ഒത്തിരി സ്ക്രബ് ചെയ്യാതിരിക്കുക. ഒരുപാട് അങ്ങോട്ടിട്ട് സ്കിന്ന് സ്ക്രബ് ചെയ്യാതിരിക്കുക, ഒത്തിരി എക്സ്ഫോളിയേറ്റ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ശരിക്കും നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്ന ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. പിന്നെ ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് വീട്ടിൽ DIY ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ശരിക്കും മാറ്റിയെടുക്കാം നമ്മുടെ ഓപ്പൺ പോർട്സ്. ഇത് തമാശ അല്ല പറയുന്നത്, 100% റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മളൊരു ഡോക്ടറിനെ കണ്ടു അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാനാണെങ്കിൽ നമ്മുടെ ഓപ്പൺ പോർട്സിന് ഏറ്റവും നല്ലതാണ് നമ്മൾ മോർണിംഗും ഈവനിങ്ങും സ്കിൻ കെയർ ചെയ്യുന്നത് മസ്റ്റാക്കുക. നമ്മുടെ സ്കിൻ എപ്പോഴും ക്ലിയർ ആക്കി വെക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കണ്ടിട്ട് വാങ്ങിക്കുകയും ചെയ്യാം.
അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും, ധൈര്യമായിട്ടും ഉറപ്പായിട്ടും വാങ്ങിച്ച് അലർജി ടെസ്റ്റിന് ശേഷം നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പറ്റുവാണോ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നയാസിനമൈഡ്. നിങ്ങൾ രാവിലത്തെ സ്കിൻ കെയറിന്റെ കൂടെ നയാസിനമൈഡ് സിറം ഉൾപ്പെടുത്തുകയും ആഫ്റ്റർ നിങ്ങൾ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുകയും മസ്റ്റായിട്ട് ചെയ്യുക. പിന്നെ നൈറ്റ് സ്കിൻ കെയറിനും ഇതുപോലെ തന്നെ സ്കിൻ നമുക്ക് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നൈറ്റ് സ്കിൻ കെയറിന്റെ കൂടെ നമ്മൾ റെക്റ്റിനോൾ സിറം, ഒരു ഏജ് കഴിഞ്ഞവരാണെങ്കിലാണ് റെക്റ്റിനോൾ സിറം അല്ലെങ്കിൽ ക്രീം മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. നെക്സ്റ്റ് നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയ ക്രീമോ സിറമോ ഉപയോഗിക്കുക മസ്റ്റ് ആയിട്ടും. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഫേസ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. ഇതാണ് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ വാങ്ങിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ. ഇത് ഒരു അലർജി ടെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല കെയർഫുൾ ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ പൊന്നുപോലെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഓപ്പൺ പോർട്സ് എന്നുള്ളൊരു വില്ലനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെയെന്നല്ലേ? നമ്മൾ ചിട്ടയായ ലൈഫ് അതെന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിരിക്കാം, അതൊക്കെ വിട്ടുകളാം. നമ്മുടെ സ്കിന്നിന് രാവിലെ വൈകിട്ടും ഒരു സ്കിൻ കെയർ മസ്റ്റ് ആയിട്ട് കൊടുക്കുക. ഓപ്പൺ പോർട്സ് ഉള്ളവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം, അത് പോണോന്ന് താല്പര്യമുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്കിൻ എപ്പോഴും ക്ലിയർ ആക്കി വെക്കുക. നമ്മുടെ ഫേസ് ഒത്തിരി ഹാർഡാക്കി, അത് ഓപ്പൺ പോർട്സ് ഉള്ളവരും ഇല്ലാത്തവരും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ സ്കിന്നിന് ഒത്തിരി ഹാർഡായിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ ഈ സ്കിൻ കെയറിന് ഉപയോഗിക്കാൻ പറ്റിയ നമുക്ക് നമ്മുടെ സ്കിന്നിന് നമ്മുടെ വീട്ടിലിരിക്കുന്നവർക്ക് DIY ചെയ്ത് എന്തൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ സ്കിന്നിനൊന്ന് മാറ്റിയെടുക്കാന്ന് പറയാം, ഓപ്പൺ പോർട്സ് മാറ്റിയെടുക്കാന്നുള്ളതിന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആക്കി ഒരു ഫേസ് വാഷോട് വാഷ് ചെയ്യുക. അത് വീട്ടിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, കടലമാവ്, പയറുപൊടി, എന്തും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ കസിൻസിന്, എനിക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയ, എൻ്റെ ഫ്രണ്ട്സിനും റിസൾട്ട് കിട്ടിയ കാര്യം ഞാൻ പറയാം. നമുക്ക് നീം പൗഡർ, ആര്യവേപ്പിന്റെ പൗഡർ, ആര്യവേപ്പിന്റെ ഇലയുടെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അതും നമ്മുടെ മഞ്ഞൾപ്പൊടി, ശരിക്കും നമുക്കൊരു ഇതിൻ്റെ അകത്തൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ് ഇത് രണ്ടിലും. അത് കാരണം നമ്മുടെ അനാവശ്യമായ എല്ലാം നമ്മുടെ ഫേസിലെ അണുക്കളെ കളയാനായിട്ട് ഈ മഞ്ഞളിനും നീം പൗഡറിനും ഇതുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ നമുക്ക് രാവിലെ ഫേസ് വാഷിന് ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നീം പൗഡറും ടെർമറിക്കും കൂടെ മിക്സ് ചെയ്ത് റോസ് വാട്ടറിലോ വെറും വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. നമ്മുടെ ഫേസ് നല്ലതായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഐസ് ക്യൂബ് അല്ലെങ്കിൽ ഐസ് വാട്ടറിൽ നമ്മുടെ ഫേസ് ഒന്ന് ടിപ്പ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ ഒരു റൊട്ടീനും കൂടെ നിങ്ങൾ ചെയ്തു വരിക. അത് വെള്ളത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് എടുത്തൊരു കോട്ടണിലോ ടിഷ്യൂലോ അല്ലെങ്കിൽ ഒരു നേർമയായ തുണിയിലോ പൊതിഞ്ഞിട്ട് നമുക്ക് ഐസ് ക്യൂബ് കൊണ്ട് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും ഐസ് ക്യൂബ് ഡയറക്റ്റ് വെക്കരുത്. കാരണം നമ്മുടെ സ്കിന്നില് ചെറിയ ചെറിയ ടിഷ്യൂസ്, ചെറിയ ചെറിയ വെയിൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓവർ കൂളിങ് ചെല്ലുമ്പോൾ, ഇത് ചെല്ലുമ്പോൾ നമുക്കത് റപ്ചർ ആകാൻ ഇടവരും. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ സ്കിന്നിന് ഐസ് ക്യൂബ് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് കൊടുക്കാതിരിക്കുക. ഇത് രണ്ടും നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുക. മോർണിംഗോ ഈവനിങ്ങിലോ ഐസ് ക്യൂബിന്റെ മെത്തേഡ്, ഐസ് വാട്ടറിന്റെ മെത്തേഡ് രാവിലെയും ചെയ്യാം, വൈകുന്നേരവും ചെയ്യാം. 2 നേരവും ചെയ്താൽ അത്രയും ഓപ്പൺ പോർട്സിന് നിങ്ങൾക്ക് നല്ലതാണ്. ഇത് രണ്ടും ചെയ്തല്ലോ. ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമ്മളെപ്പോഴും മെയിൻ ആയിട്ടും കാര്യങ്ങൾ നമ്മൾ പറയുന്നത്, നമ്മൾ സ്കിന്ന് ക്ലെൻസ് ചെയ്യുക, വൃത്തിയാക്കി വെക്കുക. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നും വൈകിട്ട് ഈവനിങ്ങിൽ ശരിക്കും നമുക്ക് 2-3 പായ്ക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പൺ പോർട്സിനെ കുറിച്ച് ടെൻഷൻ അടിക്കുകയും മാറാതിരിക്കുന്നവർക്കും ഇത് ഫോളോ ചെയ്ത് വന്ന് നമുക്ക് കൊളാജിൻ അടങ്ങിയ, നമ്മളെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് നമ്മൾ കഴിക്കുകയും ചെയ്യണം മസ്റ്റായിട്ടും. കാരണം 40+ കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ മസ്റ്റായിട്ട് ചെയ്യണം. അത് ഒരു വശം.
ഈ ഓപ്പൺ പോഴ്സിനും ഇതൊക്കെ ബാധകമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മള് ഈ DIYയുടെ ക്രീമുകൾ, ക്രീം അല്ല, ഫേസ് പാക്കുകൾ ഏതൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റൻ ആകാനും പോഴ്സ് ഒന്ന് ക്ലോസ് ആകാനും ഏറ്റവും സഹായിക്കുന്ന 2-3 DIYയുടെ ഫേസ് പാക്കുകൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അതിൽ ആദ്യം നമുക്ക് വേണ്ടിയത് എഗ് വൈറ്റ് ഉള്ള ഒരു ഫേസ് പാക്കാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ആകുന്നത് അത് നിങ്ങൾ പ്രിഫർ ചെയ്യുക. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ മെത്തേഡ് നിങ്ങൾ ചെയ്തു വരിക. അപ്പം മാത്രമേ നമുക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ. മനസ്സിലായോ? എഗ് വൈറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഏതെങ്കിലും, നിങ്ങൾക്ക് മുൾട്ടാനി മിൽറ്റി ആണോ, മുൾട്ടാനി മിൽറ്റിയോ ബേസൻ പൗഡറോ, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത്, റൈസ് ഫ്ലവറോ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് നല്ലതായിട്ട് നമ്മുടെ വീട്ടിലിപ്പം വീട്ടമ്മമാരുടെ കയ്യിൽ അല്ലെ, ഇപ്പൊ വീട്ടിലുള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് എഗ് വൈറ്റിന്റെ കൂടെ കടലമാവിന്റെ പൗഡറോ ചെറുപയറിന്റെ പൗഡറോ മസൂർ ദാലിന്റെ പൗഡറോ പിങ്ക് കളറിലെ ഒരു പരിപ്പില്ലേ അതിന്റെ പൗഡറോ, പിന്നെ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ എഗ് വൈറ്റും ചന്ദനത്തിന്റെ പൗഡറും സാൻഡൽവുഡ് പൗഡർ ഏറ്റവും കൂളിംഗ്, ഏറ്റവും നല്ലതാണ് നമ്മുടെ. അതും ഇതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നമ്മുടെ ഫേസിന് പോഴ്സിന് ഇതിന് ഗ്രാജുവലി മായ്ച്ചു കളയാനായിട്ട് ഏറ്റവും ഫേസ് പാക്കിൽ നിർബന്ധമായിട്ട് ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചാൽ ഏറ്റവും ബെസ്റ്റാണ് സാൻഡൽവുഡ് ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ 2-3 ഫേസ് പാക്കുകൾ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എഗ് വൈറ്റും സാൻഡൽവുഡ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പായ്ക്കായിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ട് ഒരു 15 to 20 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. രണ്ടാമതെന്ന് വെച്ചാൽ സാൻഡൽവുഡ് പൗഡറും അലോവേര ജെല്ലും വാങ്ങിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ പറയുന്നത്, അലോവേര ജെല്ലും സാൻഡൽവുഡ് പൗഡറും പിന്നെ നമ്മുടെ ടീ ട്രീ ഓയിൽ ഒരു 2-3 ഡ്രോപ്സും കൂടി ഇടുവാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ടീ ട്രീ ഓയിലും നമുക്കൊരു ആന്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ സ്കിന്നിനെ നമുക്ക് ബാഡായിട്ടുള്ള എല്ലാ അണുക്കളെയും എല്ലാം മാറ്റാനായിട്ട് ടീ ട്രീ ഓയിൽ നമ്മളെ സഹായിക്കും. അപ്പോൾ അലോവേര ജെല്ലും ചന്ദന പൗഡറും ടീ ട്രീ ഓയിലും കൂടെ മിക്സ് ചെയ്തൊരു പായ്ക്കായിട്ട് നിങ്ങൾക്ക് ഫേസിലിട്ടിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഇത് കഴുകിക്കളാം. അത് ഞാൻ ചെറു ചൂടുവെള്ളം എന്ന് പറയുന്നത് ഈ ടീ ട്രീ ഓയിൽ ആഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് ഒരു 15 to 20 വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. പിന്നെ അടുത്ത ഫേസ് പാക്ക് എന്ന് പറയുന്നത് സാൻഡൽവുഡ് പൗഡർ തന്നെ, ചന്ദന പൗഡറും കടലമാവും. ഇപ്പൊ കടലമാവ് ഇല്ലാത്തവർക്കാണെങ്കിൽ മസൂർ ദാൽ ഞാൻ പറഞ്ഞില്ല, അത് ഏറ്റവും ബെസ്റ്റാണ്. അതും എടുത്ത് മുൾട്ടാനി മിൽറ്റിയും കൂടെ മിക്സ് ചെയ്തിട്ട്, മുൾട്ടാനി മിൽറ്റിയും ഈ എഗ് വൈറ്റും എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ആക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഇതിപ്പോ മൂന്നാമത്തെ പായ്ക്ക് ചന്ദൻ പൗഡറും ബേസൻ പൗഡറും നമ്മുടെ കടലമാവും, അല്ലെങ്കിൽ കടലമാവോ നമ്മുടെ മസൂർ ദാലിന്റെ പൊടിയോ മുൾട്ടാനി മിൽറ്റിയും കൂടെ റോസ് വാട്ടറിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് അതും ഒരു പായ്ക്കായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇടാം. മനസ്സിലായോ? അപ്പം ഏറ്റവും ബെസ്റ്റായ രീതിയാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് ഇത് ഏത് കാര്യവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. ഒരു 2 weeks നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്ക് ഓപ്പൺ പോർട്സ് നമ്മുടെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇപ്പം ഇത് മാർക്കറ്റിൽ നിന്ന് നയാസിനിമയുടെ ഗ്ലൈക്കോളിക് ആസിഡിന്റെ സിറം, റെക്റ്റിനോൾ ഇതൊന്നും വാങ്ങിക്കാൻ താല്പര്യമില്ല. കെമിക്കലായ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെന്നോ കെമിക്കലായ വസ്തുക്കളോ ബ്യൂട്ടി പ്രൊഡക്റ്റുകളോ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഇത് നമുക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾ ഇതിലേതെങ്കിലും നമുക്ക് ശരിക്കും വെള്ളം കുടിക്കുക, നല്ല കൊളാജിൻ കിട്ടുന്ന ഫുഡുകൾ ഏതൊക്കെയാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അത് കഴിക്കുക. നമുക്ക് പുറമേ ചെയ്യുന്ന ഇതും കൂടെ ഫോളോ ചെയ്യുക. നല്ലതായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചു കഴിയുമ്പം തന്നെ നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് വെള്ളം കുടി ഭയങ്കര മടിയുള്ളവർ, ശരിക്കും എനിക്കും അതെ, നമ്മൾ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ്, നമ്മുടെ സ്കിന്നിന്റെ ഏറ്റവും നല്ലൊരു ഫസ്റ്റ് ഫുഡാന്ന് പറയാം വെള്ളം. വെള്ളം ശരിക്കും നമ്മൾ കുടിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.
ബെല്ലൈക്കണും കൂടെ അമർത്തിയാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. നമുക്ക് അടുത്തൊരു നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.